ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ ബീച്ചിലേക്കാണ്. ബീച്ചൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി വരാം. ഓക്കെ, അപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഒരുപാട് പുതിയ പുതിയ സംഭവങ്ങളൊക്കെ ബീച്ചിൽ വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പോയി കാണാം. അപ്പോൾ നമ്മൾ ബീച്ചിലെത്തിയിട്ടുണ്ട്. ഇപ്പം കുറച്ച് തണുപ്പൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ചൂടൊക്കെ വിട്ട് കുറച്ച് തണുപ്പിലേക്ക് ഇങ്ങനെ വരികയാണ്. അടുത്ത മാസമൊക്കെ ആകുമ്പോൾ കൂടുതൽ തണുപ്പാവും. അപ്പോൾ നമ്മളിപ്പോൾ ബീച്ചിലാണുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ടിങ് തൊട്ടിട്ട് ഇവിടുന്ന് 2 കിലോമീറ്റർ നടക്കാനും പിന്നെ ഓടാനും ഒക്കെ ഉള്ള ഒരു സെറ്റപ്പൊക്കെ ഉണ്ട് ഇവിടെ ഫസ്റ്റ് ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടുന്ന് പിന്നെ വർക്കൗട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്തിട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടുന്ന് വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നടക്കുക. അത് ഒരുപാട് പേര് നടക്കുന്നവരുണ്ട്, ഓടുന്നവരുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഏതായാലും ഇതിൻ്റെ എൻഡ് വരെ നമുക്ക് പോകാം. അപ്പോൾ കൂട്ടുകാരെ കൂടെ പോകുന്നുള്ളൂ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുള്ളൂ. ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്. അപ്പോൾ കൂടെ വരിക. അപ്പോൾ ഒരുപാട് ആൾക്കാർ എക്സസൈസൊക്കെ ചെയ്യുന്നുണ്ട്, വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. കുറച്ച് വെളിച്ചം കുറവാണ് ഇവിടെ, അതാണ് ക്ലിയറായിട്ട് കാണാത്തത്. അപ്പോൾ ഇത് വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. വളരെ മനോഹരമായിട്ട് ഫുള്ള് പുൽച്ചെടികളൊക്കെ വെച്ച് നല്ല സെറ്റപ്പാണ്. ഈന്തപ്പനകളൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇങ്ങനെ പോവുകയാണ്. നടന്നിങ്ങനെ പോയിട്ട് അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇവിടെ റെസ്റ്റോറൻറ്റുകളാണ്. ഇവിടെ വലിയൊരു LCD സ്ക്രീനൊക്കെ ഉണ്ട്. കളിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഫുട്ബോളൊക്കെ വരുന്നവർ ഇവിടെ നിന്ന് കാണാം. റെസ്റ്റോറൻറ്റാണ്, ഭക്ഷണം കഴിക്കുക കാണാം. റെസ്റ്റോറൻറ്റേതാണ് ആ LCD. ഇവിടെ നമ്മളെ പണ്ടത്തെ ഒരു കാളവണ്ടിയില്ലേ, കാളവണ്ടിയാണ്. പക്ഷേ കാളയൊന്നുമില്ല, ഇത് ഇലക്ട്രിക്കാണ്. അപ്പോൾ ഇത് ഫ്രൈഡേ ഒക്കെ വീക്കെൻഡിലൊക്കെയാണ് ഇത് ഒരുപാട് വർക്കിംഗ് ഉണ്ടാകുക. ആളുകളൊക്കെ വന്നിട്ട് പോകും. 10 രൂപ 20 റിയാൽ അങ്ങനെ എന്തോ ഒരു പൈസ ആണ്. എത്രയാണ് ഇപ്പോൾ കറക്റ്റ് പൈസ എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ ഇതാണ് സാധനം. നമ്മുടെ പണ്ടത്തെ കാളവണ്ടീൻ്റെ ഒക്കെ ഒരു മോഡലാണ്. പക്ഷേ ഇത് ഇലക്ട്രിക്കാണ്. ഒരു ഡ്രൈവർ, സ്റ്റാരിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വെറൈറ്റിയാണ്. ഇത് പുതിയതാണ്, ഇത് ആദ്യം ഇല്ലായിരുന്നു, ഇതിപ്പോൾ വന്നതാണ്. ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഈ ടൈമിൽ. അപ്പോൾ ഇപ്പോൾ ഇതിൽ ആളൊന്നുമില്ല. നമുക്ക് വീക്കെൻഡൊക്കെ ആകുമ്പോൾ, ഫ്രൈഡേ ഒക്കെ ആകുമ്പോൾ ഒരുപാട് ആളുണ്ടാവും. ഇതിങ്ങനെ സഞ്ചരിക്കും. അപ്പോൾ ഈ പറഞ്ഞ 2 കിലോമീറ്റർ നടക്കാനുള്ള ആ ലൈനിൽ കൂടെ ഇങ്ങനെ പോവുക. ലൈനൊക്കെ നമുക്ക് കാണാൻ വീഡിയോയിലുണ്ട്, എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പണ്ടത്തെ കാളവണ്ടി തന്നെ, 2-4 ചക്രമൊക്കെ വെച്ച്. അതാണ് ഇതിൻ്റെ എൻജിനല്ല, ഇലക്ട്രിക്കിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ ഈ ഇതിൽ കൂടെ ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് തിരിച്ച് പോവുക. അപ്പോൾ ഈ ലൈനിൽ കൂടെയാണ് ഈ വണ്ടികളൊക്കെ പോവുക. ഒരു ട്രെയിനുണ്ട്. ട്രെയിനൊക്കെ വീഡിയോയിൽ നമുക്ക് അങ്ങ് പോകുമ്പോൾ കാണാം. അപ്പോൾ ട്രെയിനൊക്കെ അവിടെ ഉള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ഈ ലൈനിൽ കൂടെ ഒരുപാട് പേര് നടക്കുന്നുണ്ട്, ഓടുന്നുണ്ട്. അപ്പോൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് ഒന്ന് നടന്നാൽ നല്ലൊരു ഉന്മേഷമാണ്. നല്ല കാറ്റും, നല്ല തണുത്ത കാറ്റൊക്കെ ചെറുതായിട്ട് അടിക്കുന്നുണ്ട്, തണുപ്പുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ 2 കിലോമീറ്ററാണ് ഉള്ളത്, 2 കിലോമീറ്റർ ദൂരത്താണ്. ഇപ്പോൾ ഇതിവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട്, ഇത് സൈഡിലാണ്, അടുത്ത സൈഡിലൊരു വെള്ളമൊക്കെ കെട്ടി നിർത്തിയിട്ടുള്ള അടിപൊളി പരിപാടിയാണ്. വെള്ളം മേലോട്ട് പൊന്തി പോയിട്ട്. ഇതൊന്നും ആദ്യം ഇല്ലായിരുന്നു, ഇതൊക്കെ ഇപ്പോൾ പുതിയ വന്നതാണ്. അത് അടിപൊളിയാണ്. ഇവിടെയൊക്കെ വന്നിങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിന് നല്ലൊരു സുഖമാണ്. അപ്പോൾ ഇത് നമ്മുടെ കോബാർ ബീച്ചാണ് കേട്ടോ. അത് ഒരുപാടുണ്ട് കാണാൻ, ഏക്കർ കണക്കിനുണ്ട്. ഒരുപാട് വലിയ ബീച്ചാണ് കോബാറിൽ ബീച്ച്. ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. ഇത് ഫസ്റ്റ് ആദ്യമുള്ള ബീച്ചാണ്. ഇതിപ്പോൾ രണ്ടാമത് ലേറ്റസ്റ്റ് ആയിട്ട് ഓരോന്ന് അപ്ഡേറ്റ് ചെയ്ത് ഇങ്ങനെ വരികയാണ്. വെള്ളച്ചാട്ടം ഫുള്ള് വെള്ളമൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ സെറ്റപ്പായിട്ട് കിടക്കുകയാണ് നമ്മുടെ ബീച്ച്. അപ്പോൾ ആളുകളൊക്കെ കുറവാണ്. ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ കുറവാണ്. എന്നാലും കുഴപ്പമില്ല, കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. സൈഡിലൊക്കെ നല്ല പുല്ലൊക്കെ വെച്ചിട്ട്, നല്ല ഈ ഈന്തപ്പനേൻ്റെ ചെറിയ തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഒക്കെ നല്ല എന്താ അതിൻ്റെ ഒരു ലുക്ക്, അടിപൊളി. കാണാൻ എന്താ ലുക്ക് എന്നറിയാം, അടിപൊളിയാണ്, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു വർഷത്തിനിടയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ഒരുപാട് കാണാനുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കൂടെ പോകുന്നുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ഈ ലൈനിൽ കൂടെ ഇങ്ങനെ നടന്ന് പോവുകയാണ്. ഒരുപാട് പേര് നടക്കുന്നുണ്ട്.
ഇത് ഈ 2 ലൈന് എന്ന് പറഞ്ഞാൽ വണ്ടികൾക്ക് പോകാനുള്ളതാണ്. ഇപ്പം നമ്മൾ കണ്ട ആ കാളവണ്ടി മാതിരിയുള്ള വണ്ടികൾ പോകാനുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ ഇവിടുന്ന് ഗ്രൗണ്ട് മാതിരിയുള്ള വലിയ പുല്ലൊക്കെ വെച്ചിട്ട് നല്ല സെറ്റപ്പായിട്ടുള്ള ഫുള്ള് ഈത്തപ്പനകളാണ് ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെയൊക്കെ ആളുകളുണ്ടാവും. ഇവിടെയൊക്കെ ഇരിക്കാനുള്ള വേസ്റ്റുകളൊന്നും ഉണ്ടാവില്ല. അതൊക്കെ വേസ്റ്റുകളൊക്കെ ഇടാനൊക്കെ ഉള്ള വേസ്റ്റ് ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വൃത്തിയായിട്ടുള്ള സ്ഥലങ്ങളാണ് ഫുള്ളായിട്ട്. ഇവിടെ ഒരുപാട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും. ഒരു കവർ പോലും വീണാൽ 5 മിനിറ്റിനുള്ളിൽ അതെടുത്ത് വേസ്റ്റ് ബോക്സിലിടുന്നതാണ്. അപ്പോൾ ഇതങ്ങനെ നിവർന്ന് കിടക്കുകയാണ് നമ്മളെ കോബാറ ബീച്ച്. അടിപൊളിയാണ്, ഒരുപാട് കാണാനുണ്ട്. ഇത് നമ്മളിപ്പോൾ എൻഡിങ് ആണ്. നമ്മൾ മെയിൻ എൻട്രൻസിലേക്കല്ല നമ്മൾ പോയത്. മെയിൻ എൻട്രൻസിൽ കൂടെ അല്ല നമ്മൾ വന്നത്. അപ്പോൾ നിങ്ങൾ നടന്നിങ്ങനെ പോവാണ്. അതൊക്കെ ലൈറ്റൊക്കെ സെറ്റിങ്സൊക്കെ ചെയ്തിട്ട് അടിപൊളിയാട്ടോ കോബാറ ബീച്ച്. ഇവിടെ വന്നിട്ടില്ലെങ്കിൽ ഇവിടെ സൗദി അറേബ്യയിലൊക്കെ ഉള്ള ആളുകളുടെ അടുത്തൊക്കെ ഉള്ള ആളുകളൊക്കെ ഇവിടെ വന്നോ വേണ്ടി അടിപൊളി സ്ഥലമാണ്, ഒരുപാട് കാണാനുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നിങ്ങനെ പോവാണ്. ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്, ചെറിയ വെള്ളമൊക്കെ സെറ്റൊക്കെ ചെയ്തിട്ടതാ. ഇവിടെ അങ്ങനെ ഒരുപാട് വാട്ടർഫോൾസൊക്കെ വെച്ചിട്ടില്ല, അടിപൊളിയായിട്ടുണ്ട്. ലൈറ്റൊക്കെ വെച്ചിട്ട് കുറച്ച് ഫാമിലികളൊക്കെ അവിടെ ഇവിടെ ഉണ്ട്. കൂടുതൽ വീഡിയോസ് നമുക്ക് അവിടെ എടുക്കാൻ പറ്റില്ല. കുറഞ്ഞ വീഡിയോസുകളൊക്കെ നമുക്ക് ആളുകളൊക്കെ കുറഞ്ഞ ഭാഗത്തുനിന്ന് വീഡിയോസുകളൊക്കെ എടുക്കാൻ പറ്റും. ഇത് വെള്ളച്ചാട്ടമാണ്, ഒരുപാട് വെള്ളമുണ്ട്. ഇത് വണ്ടി ഉണ്ട്, ആ വണ്ടിയിൽ വെള്ളം കൊണ്ടുപോയി ഇങ്ങനെ ഇറക്കുകയാണ്. ആ ടാങ്കർ ലോറിയിൽ വെള്ളം ഇങ്ങനെ കൊണ്ടുപോയി ഇറക്കിയിട്ട് ഇതിങ്ങനെ പമ്പ് ചെയ്യാണ്. ഏതായാലും ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഓരോ ദിവസം അപ്ഡേറ്റ് ചെയ്ത് വരികയാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നല്ലൊരു തണുപ്പുണ്ട് കേട്ടോ. ഈ വെള്ളത്തിൻ്റെ തണുപ്പ് കൂടുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നീങ്ങുകയാണ്. ഇവിടെയൊക്കെ ഓരോരോ ഫാമിലി അവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. സൈഡിൽ ആ പുല്ലിലൊക്കെ കാർപ്പറ്റൊക്കെ വിരിച്ച് അതിലിരിക്കുകയാണ്. ഒരുപാട് ഫാമിലി അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. സ്വസ്ഥമായിട്ട് ഇരിക്കും, ഭക്ഷണം കഴിക്കുന്നവരും ഒക്കെ ഉണ്ട്. എല്ലാവരും ഉണ്ട്. രാവിലെ വൈകുന്നേരം നമ്മുടെ ഒരു 6:30-7 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ റോഡാണ്. ഈ റോഡിൽ കൂടെയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുറിച്ച് കിടക്കേണ്ടത്. ഇത് കോർണിഷ് റോഡാണ്. ഇതിലാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ബീച്ചിൻ്റെ വിശേഷങ്ങൾ കഴിഞ്ഞിട്ടില്ല. ഇനി അടുത്ത വീഡിയോസിൽ നമ്മൾ ഫുള്ളായിട്ട് ബാക്കി കാണിക്കുന്നതാണ്. ആ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കണും മറക്കല്ലേ.